നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലഘട്ടങ്ങളിൽ നടന്നൊരു യുദ്ധമാണ് ഈ തബൂക്ക് യുദ്ധം. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കഠിന ചൂടുള്ള സമയത്താണ് ഈ യുദ്ധം നടക്കുന്നത്. ഭക്ഷണം കഴിക്കാനൊന്നും ഇല്ലാത്ത, കഠിനമായ ദാഹമുള്ള, ചൂടുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അതിശക്തമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് തബൂക്ക് യുദ്ധം നടക്കുന്നത്. മാത്രമല്ല, സാധാരണ യുദ്ധങ്ങളൊക്കെ മദീനയുടെ പരിസരങ്ങളിലാണ് ഉണ്ടായിരുന്നത്. പക്ഷെ തബൂക്ക് യുദ്ധം കുറച്ച് യാത്ര ചെയ്ത് പോകേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ യാത്ര ചെയ്തു പോകേണ്ട കഠിനമായ ഒരു പ്രതികൂലാവസ്ഥയിലാണ് ഈ യുദ്ധം എന്നതുകൊണ്ട് തന്നെ യുദ്ധം പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അംഗവൈകല്യമുള്ളവരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗപ്രശ്നങ്ങളോ ഉള്ള ന്യായമായ കാരണമില്ലാത്തവരെല്ലാം യുദ്ധത്തിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. അപ്പോൾ സത്യത്തിൽ എന്താണെന്ന് വിചാരിച്ചാൽ ഉള്ളിൽ വിശ്വാസമില്ലാത്തവരൊക്കെ കുടുങ്ങിപ്പോയൊരു സമയമായിരുന്നു അത്. കാരണം യുദ്ധത്തിന് പോകാൻ അവർ നിർബന്ധിതരായി. സത്യത്തിൽ ഉള്ളുകൊണ്ട് വിശ്വാസമല്ല ഒരാൾക്ക് ഒരിക്കൽ നിസ്കാരം പോലും മടിയില്ലാതെ നിർവഹിക്കാൻ പറ്റൂലെങ്കിൽ അവരെങ്ങനെ യുദ്ധത്തിന് പോവുക? നിസ്കാരം പോലും അവർക്ക് സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മനസ്സന്തോഷത്തോടെ നിർവഹിക്കാൻ പറ്റൂല. അവർ നിസ്കാരത്തേക്ക് വരികയാണെങ്കിൽ കാമു കുസാല, മടിയന്മാരായിട്ടാണ് വരിക. മാത്രമല്ല, ഇശാക്കും സുബഹിക്കും അവർ വരിക തന്നെയില്ല. ഒരു സുബഹി നിസ്കാരത്തിന് പള്ളിയിൽ പോകാനുള്ള ഈമാൻ പോലും ഇല്ലാത്ത ഒരാൾ എങ്ങനെ യുദ്ധത്തിന് പോവുക? അപ്പോൾ ഇവർ കുറേ നുണ പറഞ്ഞ്, കളവ് പറഞ്ഞ്, തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് മാറി നിന്നു. അതിൻ്റെയൊക്കെ ശരിയായ അവരുടെ മാനസികാവസ്ഥകൾ അള്ളാഹു മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണിത്. ഇതെന്തിനാണ് നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഖുർആനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ചില സമീപനങ്ങളിലെല്ലാം ഈ ഒരു കപടവിശ്വാസിയുടെ ഒരു ഛായ നമ്മുടെ സ്വഭാവങ്ങളിൽ വന്നു പോകുന്നുണ്ടോ എന്ന ഒരു ആത്മപരിശോധന നമ്മൾ ഏവരും നടത്തേണ്ടതുണ്ട്. കാരണം നമ്മളൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തിൽ, ഞാനൊക്കെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിലാണെന്ന് വിശ്വസിച്ച് ജീവിക്കണം. അങ്ങനെ തന്നെയാണ് വേണ്ടത്. പക്ഷെ അങ്ങനെ തന്നെയാണോ എന്നതിനെക്കുറിച്ച് നമ്മളൊരു ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്നാണ്.